കർണാടകയിലെ വിജയപുര ഗ്രാമത്തിലെ ഒരു ജ്വല്ലറിയിൽ വൻ കവർച്ച നടന്നു. മുഖംമൂടി ധരിച്ചായിരുന്നു മോഷ്ടാക്കൾ എത്തിയത്. ഇതുവരെ മോഷ്ടാക്കളെ പറ്റി ഒരു വിവരവും കണ്ടെത്താനാകാതെ ഇരിക്കുകയാണ് പോലീസ്. കർണാടക വിജയപുരയിലെ ചച്ചന താലൂക്കിലെ ഹലസംഗി ഗ്രാമത്തിലാണ് ജനങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ച ഈ കവർച്ച നടന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച ഗ്രാമത്തിലെ ജ്വല്ലറിയിലേക്ക് മുഖം മൂടി ധരിച്ചെത്തിയ 2 പേർ ജ്വല്ലറി ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മങ്കി ക്യാപ്പും ഹെൽമറ്റും ധരിച്ചായിരുന്നു സംഘം ജ്വല്ലറിയിലേക്ക് എത്തുന്നത്. കടയിലേക്ക് എത്തിയ സംഘത്തിൽ ഒരാൾ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതും അയാളുടെ കൂട്ടാളി ജീവനക്കാരന് നേരെ തോക്ക് ചൂണ്ടുന്നതുമൊക്കെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒപ്പം കടയ്ക്ക് പുറത്ത് സംഭവം കണ്ട ഒരു സ്ത്രീയെയും സംഘം തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സംഘത്തിന്റെ ഭീഷണിയിൽ ഭയന്ന ജീവനക്കാർ ആഭരണങ്ങൾ പുറത്തെടുത്ത് കൊള്ളക്കാർക്ക് കൈമാറുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കവർച്ച നടത്തിയ ശേഷം ഇരുവരും മോട്ടോർ സൈക്കിളിൽ ഓടി രക്ഷപ്പെട്ടതായാണ് പോലീസ് നൽകിയ വിശദീകരണം. മോഷ്ടിച്ച സ്വർണത്തിന്റെ കൃത്യമായ അളവ് ഇതുവരെ കണ്ടെത്താനായില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. 10 ദിവസം മുൻപും കർണാടകയിൽ വേഷം മാറിയെത്തി കവർച്ച നടത്തിയ ഒരു സംഘം പോലീസ് പിടിയിലായിരുന്നു. അവരുമായി മോഷ്ടാക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതൊക്കെ അവിടെ വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. ഏതായാലും പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.